കുട്ടനാടിൻ്റെ കിടിലം കിടിലം കാഴ്ചകൾ കാണാൻ എങ്ങനെ ഒരു ദിവസം കൊണ്ട് കുട്ടനാട് ഏകദേശം കവർ ചെയ്ത് തീർക്കാമുള്ള ഒരു വീഡിയോ ആണ്. സോ എന്താ പറയുക, ഈ വീഡിയോ തുറന്ന് കാണുക. നമ്മളുടെ കുട്ടനാടിൻ്റെ ഭാഗമായിട്ടുള്ള വേഗ 2 ടൂറിസ്റ്റ് സർവീസിലാണ് ഈ ഒരു കുട്ടനാട് കാഴ്ചകൾ ചെയ്തത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് അവിടുത്തെ ആളുകളുടെ സിവിക് സെൻസ് എത്രത്തോളമാണെന്നുള്ള തെളിവാണിത്. എന്താ പറയുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറയുക AC നോൺ AC ബുക്ക് ചെയ്യാൻ പറ്റും. കുട്ടനാടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. കുറേ നേരം എന്താ പറയുക അകത്ത് കയറാൻ കുറച്ച് ഇതാണ്. പക്ഷെ എന്താ പറയുക അവർ തരുന്ന സീറ്റിലാണ് നമ്മൾ ഇരിക്കുക. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു ഫാമിലി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാം. നമുക്ക് മുമ്പേ പുറപ്പെടുന്ന കുറേ ബോട്ടുകളെല്ലാം കാണാം. എന്താ പറയുക പല റൂട്ടിലുണ്ട് കേട്ടോ. ഈ കുട്ടനാട് എന്ന് പറയുന്ന പല റൂട്ടിലുണ്ട്. തുടക്കത്തിൽ കാണിച്ച ഫെക്സിൽ കാണിച്ച റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബോട്ടിൽ നിന്നുള്ള ശരിക്കും വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടുള്ള വീഡിയോസ് എടുക്കാൻ എനിക്ക് കുറച്ച് പാടായിരുന്നു. കാരണം ഫുൾ പാട്ടെല്ലാം ഇട്ട് വൈബ് ചെയ്ത് വരികയായിരുന്നു. നമ്മളുടെ ഓണത്തിന് വള്ളംകളി നടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് നെഹ്റു ട്രോഫി നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ചുറ്റും എന്താ പറയുക ഇഷ്ടംപോലെ റിസോർട്ടുകളും ഹോട്ടലുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പോകുന്ന ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയും ചരിത്രം വരെ നമുക്ക് എന്താ പറയുക പറഞ്ഞു തരുന്നു. അതായത് ഒരു ടൂർ ഗൈഡ് പറഞ്ഞു തരുന്ന പോലെ തന്നെ ഉണ്ട്. ആൻഡ് ഇവിടെ തന്നെയാണ് നമ്മളെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിമ വരെ എന്താ പറയുക അവിടെ വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നമ്മളെ നെഹ്റു എന്താ പറയുക മകൾ ഇന്ദിരാഗാന്ധിയായിട്ട് കേരളത്തിൽ കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വരെ ബോട്ടിൽ വന്ന് ഇവിടെയാണ് ആദ്യമായിട്ട് എന്താ പറയുക വിസിറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ആപ്പുവിളികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് എന്താ പറയുക നെഹ്റു ട്രോഫി എന്ന പേര് കൊടുക്കുകയും പിന്നെ എന്താ പറയുക അവിടെ ഓണം വള്ളംകളി നടക്കുകയുള്ള എന്നാണ് അതിലുള്ള ആൾ നമുക്ക് പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ സായ് എന്ന് പറയണ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇതാണ്. ഇവിടെ എന്താ പറയുക നല്ല രീതിയിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. സായിയുടെ കാഴ്ചകൾക്ക് ശേഷം നമ്മളുടെ ബോട്ട് നേരെ പ്രവേശിച്ചത് വേമ്പനാടൻ കായലാണ്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കായലായ 3 ജില്ലകളിൽ ആയിട്ട് സ്ഥാപിച്ച് കിടക്കുന്ന വേമ്പനാട് കായലാണ്. ഈ വേമ്പനാട് കായലിലെ ഒരു ദ്വീപിലാണ് നമുക്ക് അരമണിക്കൂറുള്ള ബ്രേക്ക് ടൈം എല്ലാം പ്രൊവൈഡ് ചെയ്തത്.
പറയട്ടെ നമുക്ക് ഒരു പ്രധാന പാത മാത്രം സഞ്ചാരത്തിനായിട്ട് മുഴുവൻ സഞ്ചാരികളും അത് സന്ദർശിച്ചതിനു ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ജലവാഹനത്തിലേക്ക് തിരികെ എത്തിച്ചേരണം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ജലവാഹനത്തിലേക്ക് തിരികെ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ ലഞ്ച് കഴിക്കുന്ന ടൈമാണ്. ഇവിടെ ഒരു ഐലൻഡിൽ ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് അത് ഞാൻ പോസ്റ്റാക്കി ഞാൻ ഇൻസ്റ്റയിൽ ഇടും. അപ്പം ലഞ്ച് കഴിക്കുവാണ്. ലഞ്ച് കഴിച്ചിട്ട് എന്താ പറയുക, ഇനി ഇവിടെ നിന്ന് നേരെ കുമരകം വഴി തിരിച്ച് കറങ്ങി കുട്ടനാട് കറങ്ങി തിരിച്ച് 4 മണിവരെ ആലപ്പുഴ എത്തും. അപ്പം എന്താ പറയുക, മാക്സിമം നല്ല രീതിയിൽ ഈ വീഡിയോ ഞാൻ എന്താ പറയുക എടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ഞാൻ സ്പീഡ് കൂട്ടുകയും ചെയ്തിട്ടെന്ന് പറയാം. എനിക്ക് സത്യം ഈ വെള്ളത്തിൻ്റെ ശരിക്കുള്ള വോയിസ് എടുക്കണമെന്ന് എനിക്ക് ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇവിടെ ഫുള്ള് പാട്ട് കാണും. കോപ്പിറൈറ്റ് അടിക്കാണ്ടിരിക്കാനായിട്ട് ഒരു നോക്കണം ക്ഷമിക്കുന്നുണ്ട്. നല്ല കിടിലം എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന റേറ്റിനുള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, ഓരോ 20 പേര് വെച്ച് ഇവിടെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുക 20 പേർക്ക് നിൽക്കാൻ പറ്റും. എന്താ പറയുക, കുറേ സെറ്റാണ്. ഇവിടെ AC മാക്സിമം 40 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കുടുംബശ്രീയാണ് നമുക്ക് ഇതിൽ ഊണും ചായയും എന്താ പറയുക സ്നാക്സും ഐസ്ക്രീം എല്ലാം തരിക. അതിനുശേഷം അതേ വേമ്പനാട് കായലിലൂടെ പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിയുന്നത് കുമരകം ഭാഗത്തേക്കാണ്. ഓരോ ഭാഗത്തേക്ക് നമ്മൾ തിരിയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മളുടെ ബോട്ടിലുള്ള ഓഫീസേഴ്സ് എന്താ പറയുക അത് അനൗൺസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കുമരകം എത്തി ഇരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് വേമ്പനാടൻ കായലിൽ നിന്ന് യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ കുട്ടനാട് എത്തിച്ചേർന്ന് ഇരിക്കുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടനാടിൻ്റെ പ്രത്യേകത, അതായത് എന്താ പറയുക, സീ ലെവലിൽ നിന്ന് എന്താ പറയുക താഴ്ന്നാണ് കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശമുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വീടുകളെല്ലാം എന്താ പറയുക പുതിയ രീതിയിൽ മോഡിഫൈ ചെയ്താണ് കെട്ടിയിട്ടുള്ളത്. അതായത് 2018 പ്രളയം വന്നതിന് ശേഷം കുറേ പേരുടെ വീട് നശിച്ചു. അപ്പോൾ ഇനി ഭാവിയിലൊരു പ്രളയം വന്നാൽ എന്താ പറയുക അവരുടെ വീട് എന്താ പറയുക സുരക്ഷിതമാക്കാനുള്ള രീതിയിൽ വീട് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. പിന്നെ എന്താ പറയുക, ഈ കുട്ടനാട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ നമ്മൾ കാണുന്നത്. എന്താ പറയുക, ഹൗസ് ബോട്ടിൽ പോകുന്ന ആളുകൾക്ക് എന്താ പറയുക ഹൗസ് ബോട്ടിൽ പോകാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും എന്താ പറയുക ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്താ പറയുക ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ ഹൗസ് ബോട്ട് എന്താ പറയുക കുറച്ച് ലാഭം ആയിരിക്കും. പക്ഷേ ഒരു കാര്യം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബോട്ട് സഞ്ചരിക്കുന്ന അത്ര ദൂരം പോലും ഹൗസ് ബോട്ട് സഞ്ചരിക്കത്തില്ല എന്നും. അതോടൊപ്പം തന്നെ എന്താ പറയുക ഇതിനാളം സഞ്ചരിക്കുന്ന ദൂരം കുറവായിരിക്കുമെന്നും ഹൗസ് ബോട്ട് കുറവായിരിക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടനാടിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നേരെ പമ്പ നദിയിലേക്കാണ് പോകുന്നത്.
കുട്ടനാടെത്തുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ കാണാം, മുമ്പ് പറഞ്ഞ പോലെ തന്നെ. പല സിനിമകൾക്കും ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പള്ളി ആണ് ഈ ഒരു പള്ളി എന്ന് നമ്മുടെ ബോട്ടിൽ നമ്മളൊപ്പം സഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ എന്താ പറയുക, ഹൗസ് ബോട്ടിൻ്റെ കൂടെ തന്നെ നമ്മളെ പോലത്തെ പല ബോട്ടുകളുടെയും കൂടെ നമ്മളങ്ങനെ എന്താ പറയുക പമ്പാ നദി വഴി, അതായത് പമ്പാ നദി പമ്പാ നദി ഷൂട്ട് ചെയ്യാൻ എനിക്ക് എന്താ പറയുക പമ്പാ നദി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്താ പറയുക പമ്പാ നദി വഴിയാണ് നമ്മൾ കടന്ന് നേരെ ആലപ്പുഴയിലേക്ക് എത്തുന്നത്. യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്താറായിരിക്കുകയാണ്. കറക്റ്റ് 5 മണിക്ക്. ഞങ്ങൾ എന്നും നിങ്ങളെ ഓർമ്മയിൽ നിൽക്കും. അത് ഒരു മോശം പറയുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും നല്ല കൈയോടുകൂടി അപ്പം ബോട്ട് അടുത്ത് എത്തേണ്ട സമയമുണ്ട്. 1 മിനിറ്റ് സമയമെടുക്കും. അതിന് മുമ്പായി ഒരു ചെറിയൊരു മ്യൂസിക് ഇപ്പൊ ഞങ്ങൾ പ്ലേ ചെയ്യും. അതോടൊപ്പം കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഇറങ്ങാം. റെഡിയല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? വേണ്ടേ സാർ? വേണ്ടയോ?